ഇന്നത്തെ നമ്മുടെ റെസിപ്പി നമുക്ക് എല്ലാവർക്കും എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. നല്ല അടിപൊളി രുചിയാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ റെസിപ്പി ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്നുള്ളത് നോക്കാം അല്ലേ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിനകത്തോട്ടേക്ക് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഇതിലോട്ടേക്ക് അത്യാവശ്യം വലിയ നല്ല പഴുത്ത ഒരു തക്കാളിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഈ തക്കാളി നമ്മളൊന്ന് വേവിച്ചെടുക്കണം. വെള്ളമൊക്കെ നല്ലതുപോലെ വെട്ടിത്തിളച്ച് തക്കാളിയിൽ നിന്നുള്ള ആ ഒരു സ്കിന്ന്, തക്കാളിയുടെ ആ ഒരു തൊലി ഇങ്ങനെ വേർപെട്ട് വരുന്ന കണ്ടോ, ഈ ഒരു പാകത്തിൽ വേണം നമ്മൾ തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ തക്കാളി നന്നായിട്ട് കുക്കായിട്ടുണ്ട്, തൊലിയൊക്കെ ഇതിനകത്ത് ഇങ്ങനെ വിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യുക. ഫ്ലെയിം ഓഫ് ചെയ്ത് നന്നായിട്ട് ചൂടാറി വന്നതിന് ശേഷം തക്കാളി വെള്ളത്തിൽ നിന്ന് എടുത്ത് മാറ്റി നന്നായി ചൂടാറിയതിന് ശേഷം നമ്മൾ ചെറിയ കഷ്ണങ്ങളായിട്ട് ഒന്ന് മുറിച്ചെടുത്താൽ മതിയാകും. അപ്പോൾ ഇതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കാം. നന്നായിട്ട് ചൂടാറി വന്നതിന് ശേഷം ഞാനിതിപ്പോൾ തൊലിയൊക്കെ അതിൻ്റെ കളഞ്ഞ് തൊലി മുഴുവനായിട്ട് റിമൂവ് ചെയ്തിട്ട് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായി മുറിച്ച് മിക്സിയുടെ ചെറിയ ജാറിനകത്തോട്ടേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളതാണ്. ഇനി ഇതിലോട്ടേക്ക് നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. അത് എരിവിനനുസരിച്ചിട്ട് ഇപ്പോൾ കുഞ്ഞിനൊക്കെ കൊടുക്കാനുള്ളത് കൊണ്ടാണ് ഞാൻ ഒരു പച്ചമുളക്, അധികം എരിവില്ലാത്ത ഒരു പച്ചമുളക് മാത്രം ഇട്ട് കൊടുത്തിട്ടുള്ളത്. നല്ല സ്പൈസി ആയിട്ട് വേണ്ടവർക്ക് 2 or 3 എണ്ണമൊക്കെ ഉപയോഗിക്കാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, വെളുത്തുള്ളിയുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് മാത്രം ഒരു ചെറിയ കഷ്ണം വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഉപയോഗിച്ചിട്ടില്ല. ഇനി ഇതിലോട്ടേക്ക് വേണ്ടത് വലിയ ജീരകമാണ്, നമ്മുടെ പെരുംജീരകം ഒരു 1/4 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പ്. ഇനി ഇത് നമ്മൾ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. വെള്ളമൊന്നും ചേർക്കരുത്, നല്ലതുപോലെ നമ്മൾ അരച്ചെടുക്കണം. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഒരു ബൗൾ എടുക്കുക. എന്നിട്ട് അതിലോട്ടേക്ക് ഗോതമ്പ് പൊടി, ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കപ്പ് ഗോതമ്പ് പൊടിയാണ്. ഇനി ഇതിലോട്ടേക്ക് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പോൾ കറിവേപ്പില ഇട്ട് കൊടുക്കുക, അതല്ലെങ്കിൽ ഇതിന് പകരം നിങ്ങൾക്ക് മല്ലിയില ഉപയോഗിക്കാം. ഏതാണോ നിങ്ങളുടെ ഫ്ലേവർ, ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടം അതിനനുസരിച്ച് ഉപയോഗിക്കാം. അടുത്തതായിട്ട് 1 ടേബിൾ സ്പൂൺ എണ്ണ, ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ എണ്ണ കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന തക്കാളിയുടെ ആ ഒരു മിക്സ് മുഴുവനായിട്ട് ഇതിനകത്തോട്ടേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ തക്കാളി മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്ത്, ഇപ്പോൾ നിങ്ങൾ 2 കപ്പൊക്കെ ചെയ്യുകയാണെങ്കിൽ 2 തക്കാളി എടുക്കണം കേട്ടോ. അതായത് തക്കാളിയുടെ ടേസ്റ്റ് ഇതിനകത്ത് മുന്നിട്ട് നിൽക്കണം. എന്നാൽ മാത്രമേ ഇത് തയ്യാറാക്കി എടുക്കുമ്പോൾ അത്രയധികം നല്ല രുചിയിൽ നിങ്ങൾക്ക് റെഡിയാക്കി എടുക്കാൻ കഴിയുള്ളൂ. അപ്പോൾ തക്കാളിയുടെ ആ ഒരു ഇത് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ആദ്യം എല്ലാ ഗോതമ്പ് പൊടിയായിട്ടൊന്ന് മിക്സ് ആകുന്ന രീതിയിൽ കൈവച്ച് നന്നായിട്ട് കുഴച്ചെടുക്കണം. എന്നിട്ട് നമ്മൾ ചപ്പാത്തി കുഴച്ചെടുക്കുന്ന അതേപോലെ തന്നെ അപ്പോൾ ആ മിക്സിയുടെ ജാറിനകത്തോട്ടേക്ക് തന്നെ ഒരിത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ആ വെള്ളം ഇതിനകത്തോട്ടേക്ക് ഒഴിക്കാവുന്നതാണ്. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉപ്പിട്ട് കൊടുക്കുന്ന മറന്നു പോകരുത്, ഉപ്പിട്ട് കൊടുക്കണം. നമ്മൾ ആ തക്കാളി അരച്ചെടുക്കുന്നുണ്ടല്ലോ, ആ തക്കാളി അരച്ചെടുക്കുന്ന സമയത്ത് അതിനകത്ത് ഉപ്പിട്ട് കൊടുക്കണം, അത് മറന്നു പോകരുത്. ഇനി നന്നായിട്ട് നമ്മളിതൊന്ന് കുഴച്ചെടുക്കാം. നല്ല സോഫ്റ്റായി വരുന്ന രീതിയിൽ ഒരു 5 മിനിറ്റ് കുഴച്ചെടുക്കണം. അപ്പോൾ മാവ് ഞാൻ നന്നായിട്ട് കുഴച്ചെടുത്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനകത്ത് കുറച്ചൊന്ന് എണ്ണ തടവി കൊടുക്കുക. സൺഫ്ലവർ ഓയിൽ തന്നെയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. എണ്ണ നന്നായിട്ട് തടവി കൊടുത്തതിന് ശേഷം അടച്ച് വെച്ചിട്ട് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു 15 മിനിറ്റെങ്കിലും അറ്റ്ലീസ്റ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുകയാണെങ്കിൽ ഒന്നുകൂടി നല്ലത്. നിങ്ങൾക്ക് അപ്പം തന്നെ ഉണ്ടാക്കിയെടുക്കാൻ കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഒരു 15 മിനിറ്റ് തുടങ്ങി അരമണിക്കൂറൊക്കെ അടച്ച് വെക്കുകയാണെങ്കിൽ ഒന്നുകൂടി നല്ലത്. അരമണിക്കൂറിന് ശേഷം ഇതുപോലെ നന്നായിട്ട് നമ്മൾ സാധാരണ ചപ്പാത്തിക്കൊക്കെ നമ്മൾ റോൾ ചെയ്തെടുക്കുന്നത് പോലെ ഈ ഒരു അളവിൽ നമുക്ക് ഇത്രയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ചെയ്തെടുത്താൽ മതി. ഇനി നമ്മൾ സാധാരണ ചപ്പാത്തി പരത്തിയെടുക്കുന്ന അതേ രീതിയിൽ തന്നെ, പക്ഷേ നമ്മൾ സാധാരണ ഉണ്ടാക്കിയെടുക്കുന്ന ചപ്പാത്തിയിൽ നിന്നും ഒത്തിരി ഡിഫറെൻ്റാണ്, നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. നോർത്ത് ഇന്ത്യൻ ഫ്ലേവർ ഇഷ്ടപ്പെടുന്നവർക്ക് ഇതിനകത്ത് ചാട്ട് മസാല പൗഡർ വേണമെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ മുഴുവൻ ഞാൻ പരത്തിയെടുത്ത് തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചുട്ടെടുക്കാം. അപ്പോൾ ഒരു പാൻ വെച്ച് ചൂടായി വരുമ്പോൾ കുറച്ച് എണ്ണ നനച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ എണ്ണ ഒട്ടും ഉപയോഗിക്കാതെ നമ്മൾ ചപ്പാത്തി റെഡിയാക്കി എടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. പക്ഷേ കുറച്ച് എണ്ണ അതല്ലെങ്കിൽ ബട്ടറോ നെയ്യൊക്കെ ഒഴിച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ചെയ്തെടുക്കാം. അപ്പോൾ ഒന്നുകൂടി നല്ലൊരു രുചിയാണ്. ഞാനിപ്പോൾ എണ്ണ ഉപയോഗിച്ചിട്ടുള്ളത്. ഇതിന് പകരം നിങ്ങൾക്ക് നെയ്യ് ഉപയോഗിച്ച് ചെയ്യാം, ബട്ടർ ഉപയോഗിച്ചിട്ട് ചെയ്യാം. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് റെഡിയാക്കി എടുക്കാം. അപ്പോൾ കുറച്ച് എണ്ണ ഇതുപോലെ നനച്ച് കൊടുത്തിട്ട് നമ്മൾ സാധാരണ ചപ്പാത്തി ചുട്ടെടുക്കുന്ന അതേ രീതിയിൽ തന്നെ, പക്ഷേ ടേസ്റ്റ് നല്ല ഡിഫറെൻ്റ് ആണ്. നിങ്ങൾക്കത് കഴിക്കുമ്പോൾ മനസ്സിലാകും. എന്തായാലും നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കുന്നതിന് പകരം ഇത് ഉണ്ടാക്കിയാലോ എന്ന് തോന്നും, കാരണം അത്രയധികം നല്ലൊരു രുചിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് മല്ലിയില ഉപയോഗിക്കാം, ചാട്ട് മസാല പൗഡർ, വെളുത്തുള്ളി, ഇതൊക്കെ നോർത്ത് ഇന്ത്യൻ ഫ്ലേവർ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ സാധാരണ നമ്മുടെ ആ ഒരു ടേസ്റ്റിനനുസരിച്ചിട്ടാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്, അതിനകത്ത് ചെക്ക് ചെയ്യാവുന്നതാണ്. ഇത് കറിയൊന്നും ഇല്ലാതെ കഴിക്കാനും നല്ലതാണ്, എന്നാൽ നല്ല സ്പൈസി ആയിട്ട് ഉള്ള കറിയുടെ കൂടി അടിപൊളി കോമ്പിനേഷനുമാണ്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ദിവസം നല്ലൊരു ചിക്കൻ റോസ്റ്റ് റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു, നല്ല അടിപൊളി ഫ്ലേവറുള്ളതാണ്. അപ്പോൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും കണ്ടു നോക്കുക, ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൊടുക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ.